الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന വിവരമറിഞ്ഞ് മദീനയിലെ ആളുകളൊക്കെ സന്തോഷിക്കുന്നു. എല്ലാവരും പറയുന്നുണ്ട് നബി വരുന്നു, നബി വരുന്നു. കൂട്ടത്തിൽ അന്ന് യഹൂദികളുടെ ഒരു കാര്യപ്പെട്ട നേതാവായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നറിയപ്പെടുന്ന വ്യക്തിയും ഇതൊക്കെ കേട്ടു. അദ്ദേഹം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മുഹമ്മദ് നബിയെ പറ്റി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നബിയെ പറ്റി എല്ലാവരും ഇങ്ങനെ നബി വരുന്നു എന്ന് കേട്ടപ്പോ അദ്ദേഹവും കാണാൻ വേണ്ടി പോയി. നബിയെ ആദ്യമായി കണ്ടു. നബിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മുഖം ഒരു കള്ളന്റെ മുഖം അല്ല, ഈ മുഖത്ത് ഒരു കള്ള ലക്ഷണമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം പറയാണ്, ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞിരുന്ന ഒരു വചനം ഇതായിരുന്നു, അയ്യുഹന്നാസ് അത്ഇമുത് തആം വഅഫ്ശുസ് സലാം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം. ഇത് അപ്പോൾ തന്നെ പറയുന്നതായിട്ട് കേട്ടു. അതിന്റെ അർത്ഥം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, നല്ലൊരു പുണ്യകാര്യമാണ്. രണ്ടാമത്, കുടുംബ ബന്ധങ്ങൾ പുലർത്തുക. മറ്റൊന്ന്, സലാം പ്രചരിപ്പിക്കുക. മറ്റൊന്ന്, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. ഇതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ട് ആദ്യം നൽകിയ ഉപദേശം. അതിലൊരു പ്രധാന സംഗതിയാണ് അഫ്ശുസ് സലാം, സലാം പ്രചരിപ്പിക്കുക എന്ന്. സലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർത്ഥം സമാധാനം എന്ന്. അള്ളാഹുവിന്റെ ഒരു പേരാണ് അസ്സലാം. സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം. സ്വർഗത്തിലെ അഭിവാദ്യമാണ് സലാം. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. സ്വർഗത്തിന്റെ അവകാശികളെ കാണുമ്പോൾ ആ സ്വർഗത്തിലെ അഭിവാദ്യം സലാം, സലാമാണ്.
വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും മലക്കുകൾ വരും. അവരൊക്കെ അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾ ക്ഷമിച്ചതിന് നിങ്ങൾക്ക് സലാമുണ്ട്, അഭിവാദ്യമുണ്ട്, സലാം. റബ്ബ് സ്വർഗത്തിൽ നൽകുന്ന അഭിവാദ്യം സലാമാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റബ്ബുർ റഹീമായ റബ്ബിൽ നിന്നുള്ള അഭിവാദ്യം സലാം, സമാധാനമാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വതഹിയ്യത്തുഹും ഫീഹാ സലാം വദഅവാഹും ഫീഹാ സുബ്ഹാനക്കല്ലാഹുമ്മ. സ്വർഗീയവാസികൾക്ക് പറയാനുള്ളത് സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന ദിക്റാണ്. വതഹിയ്യത്തുഹും ഫീഹാ സലാം. അതിൽ അവരുടെ അഭിവാദ്യം സലാം ആയിരിക്കും. പരസ്പരമൊക്കെ സ്വർഗത്തിന്റെ ആളുകള് അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമാണ്. അസ്സലാം എന്ന സമാധാനം, അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം, ഒക്കെ സമാധാനമാണ്. എവിടെയും സമാധാനം മാത്രമാണ്. അതാണത് സ്വർഗമായത്. ദുനിയാവിന് നേരെ എതിരാണ്. ദുനിയാവില് എവിടെ പോയി നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നത് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും തെറിവാക്കുകളുമാണ്. കാശ് കൊടുത്ത് ബസ് കയറിയാലും കേൾക്കേണ്ടി വരുന്നത് അങ്ങനത്തെ വാക്കുകളാണ്. കടയിൽ സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ ചെന്നാലും നമ്മളല്ല, നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അതാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിലും പ്രസംഗങ്ങളാണെങ്കിലും ഈവൻ മതപ്രസംഗങ്ങളിൽ പോലും കേൾക്കേണ്ടി വരുന്നത് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളുമാണ്. സ്വർഗത്തിന്റെ പ്രത്യേകത അതില്ല എന്നതാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ഒരു ഉപകാരമില്ലാത്ത ഒരു വാക്ക് പോലും അവിടെ കേൾക്കാൻ കഴിയില്ല. ഒരു തഅസീം പോലും, ആക്ഷേപിക്ക, കുറ്റപ്പെടുത്തുക, അത് സ്വർഗത്തിലില്ല. ആലോചിച്ച് നോക്കൂ, ഒരു മീറ്റിംഗ് നടന്നാൽ കുറ്റപ്പെടുത്തലുകളാണ്. ഒരു കല്യാണം നടന്നാൽ കുറ്റപ്പെടുത്തലുകളാണ്. ഒരു വീടിരുന്നാൽ അവിടെ കുറ്റപ്പെടുത്തലുകളാണ്. കുടുംബങ്ങളിൽ കുറ്റപ്പെടുത്തലുകളിലാണ്. ഒരു മരണം നടന്നാൽ അവിടെയും പരസ്പരം കുറ്റപ്പെടുത്തലുകളാണ്. എവിടെയാണ് തഅസീം ഇല്ലാത്തത്? എവിടെയാണ് പരസ്പരം കുറ്റപ്പെടുത്താത്തത്? എല്ലാവരും രക്ഷപ്പെടാൻ അതിനൊരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും സൈക്കോളജിയിൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സ്വയം രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ദുനിയാവിലുള്ളതെങ്കിൽ അള്ളാഹു പറയുന്നു, സ്വർഗത്തിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ആക്ഷേപിക്കലില്ല, കുറ്റപ്പെടുത്തുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അത് മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും സലാമൻ സലാമാ. ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് പദപ്രയോഗങ്ങൾ ആക്ഷേപിക്കലും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കിയാൽ ദുനിയാവ് സ്വർഗമായി മാറും. സ്വർഗമാവും, സ്വർഗീയ തുല്യമാവും. സ്വർഗത്തിലില്ലാത്തതാണ് നിറയെ. അതുകൊണ്ട് അല്ലാഹു റസൂൽ ഫസ്റ്റ് ഉപദേശത്തിൽ പറഞ്ഞു, നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കുക, അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കുക. ഔലന്നാസി മൻ ബദഅ ബിസ്സലാം. ഏറ്റവും നല്ല മനുഷ്യൻ സലാം കൊണ്ട് തുടങ്ങിയവനാണ്. ദൂരെന്ന് കാണുമ്പോ സഹാബികൾ നടന്നു പോകുമ്പോ ഏത് പാർട്ടി ആര് സലാം പറയണം എന്ന് മത്സരിക്കും എന്നാണ്. ദൂരെന്ന് കണ്ട് ഉറപ്പാക്കുമ്പോഴൊക്കെ തന്നെ ഒന്നുകിൽ ആ പാർട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് പറയും, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പറയും. സഹാബികളുടെ സ്വഭാവം അതായിരുന്നു. സലാം പറയാ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവണം, നിങ്ങൾ സ്വർഗത്തിൽ കിടക്കണം. ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് പോവുകയില്ല.
വലാ ഹത്താ തുഅ്മിനു ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോവുകയില്ല. നിങ്ങൾക്ക് ഈമാൻ വേണം സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ. ഈമാൻ വേണമെങ്കിൽ എന്ത് വേണം? വലാ തുഅ്മിനു ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും ഈമാൻ ഉണ്ടാകൂല. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? അല്ലാഹു റസൂൽ ഇദാ ഫഅൽതും തഹാബബതും, അത് നിങ്ങൾ ചെയ്താൽ പരസ്പരം നിങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടാകും. അതെന്താണ്? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അറിയുന്നവരോടും അറിയാത്തവരോടും. ഇതാണ് തുടങ്ങിയാൽ സമാധാനമുണ്ട്. അറിയുന്നവരോടും അറിയാത്തവരോടും. ആളെ നോക്കിയിട്ടല്ല, ആളെ നോക്കിയിട്ട് സലാം പറയല് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വഇന്ന മിൻ അശ്റാത്തിസ് സഅ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അത്തസ്ലീമുൽ ഖാസ്, പ്രത്യേകം സലാം പറയുക എന്ന്. ചിലപ്പോഴൊക്കെ ചില മദ്രസയിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എനിക്ക് തോന്നുന്നത്, പുത്തൻ പ്രസ്ഥാനക്കാരായ മുജാഹിദ് ജമാഅത്ത് പോലുള്ളവരോടൊന്നും സലാം പറയാൻ പാടില്ല. അതൊക്കെ ഐഡിയ നോക്കിയിട്ടൊന്നും സലാം പറയാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പുത്തൻ പ്രസ്ഥാനം എന്താണെന്നറിയില്ല. ഏതാണ് പുത്തൻ എന്ന് പറഞ്ഞാൽ നബിന്റെ അള്ളാഹു റസൂലിന്റെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ അത് ഏതാണ്, ആരാണ് പറയുന്നത് നമുക്കറിയില്ല. നോക്കൂ, തസ്ലീമുൽ ഖാസ്, ചില പ്രത്യേക ആളുകളെ കാണുമ്പോൾ സലാം പറയാ. പണക്കാരനാണോ പാവപ്പെട്ടവനാണോ നോക്കി സലാം പറയാ, ആദർശം നോക്കി സലാം പറയാ, ഗ്രൂപ്പ് നോക്കി സലാം പറയാ, സംഘടന നോക്കി സലാം പറയാ. അതിലൊക്കെ ഒരു പിടുത്തം. അതല്ല അല്ലാഹു റസൂൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, പരസ്പരം ഇഷ്ടപ്പെടണമെങ്കിൽ അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കണം. സമാധാനത്തിന്റെ അഭിവാദ്യങ്ങൾ എവിടെ നോക്കിയാലും അസ്സലാമു അലൈക്കും എന്ന് പറയണം. അത് പ്രചരിപ്പിക്കണം, സലാം പ്രചരിപ്പിക്കണം. ഖൈറുൻ നാസ്, ഏറ്റവും നല്ല മനുഷ്യരെ സലാം പ്രചരിപ്പിക്കുന്നവൻ. അബ്ഖലുൻ നാസ് അഅജസുൻ നാസ് മൻ അജിസ അനിദ് ദുആ, പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ ദുർബലൻ. അല്ല, ചോക്കൂ, പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ ദുർബലൻ. അല്ലാഹു റസൂൽ പറയുന്നു, പ്രാർത്ഥിക്കാൻ അവനക്ക് അങ്ങോട്ട് കൈ പൊന്തൂല. അള്ളാന്റെ അടുത്ത് പറയാണ്. എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും. ഒരു പ്രശ്നം വന്നാൽ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും. ഉമ്മാടും വാപ്പാടും സ്വന്തക്കാരോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് അള്ളഹാനോട് പറഞ്ഞിരിക്കണം? അല്ല, അത് പറഞ്ഞിട്ടില്ല. അള്ളഹാനോടല്ലാത്ത എല്ലാരോടും ഈ പ്രശ്നവും പായാരും പറഞ്ഞിട്ടുണ്ടാവും. അള്ളഹാനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അഅജസുൻ നാസ് മൻ അജിസ അനിദ് ദുആ, പ്രാർത്ഥിക്കാൻ അശക്തത കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ അശക്തൻ, ദുർബലൻ. വഅബ്ഖലുൻ നാസ് മൻ ബഖില ബിസ്സലാം, ഏറ്റവും വലിയ കഞ്ചൂസ്, പിശുക്കൻ, മൻ ബഖില ബിസ്സലാം, സലാം പറയാൻ പിശുക്കുന്നവനാണ്. സലാം പറയാൻ പിശുക്കുക, അത് നേരെ പറയാതിരിക്കുക, അതിനെ ആദരിക്കാതിരിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു പിശുക്കും അതിൽ പാടില്ല. അറിയണോലും അറിയാത്തവരോടൊക്കെ നമുക്ക് സലാം പറയാം. ആദ്യമായിട്ട് ആദം നബിയെ സൃഷ്ടിച്ചപ്പോ ആദം നബിയോട് അള്ളാഹ് പറഞ്ഞത്, നീ പോകണം, ഇദ്ഹബ് അലാ ഹഉലാഇൽ മലായിക, എന്നിട്ട് ഫസല്ലിം അലൈഹി. ആദമേ, മലക്കുകളുടെ അടുത്ത് പോണം, മലക്കുകളോട് സലാം പറയണം. ആദം നബി പോയിട്ട് പറഞ്ഞതാണ് അസ്സലാമു അലൈക്കും. അപ്പൊ മലക്കുകൾ ഇങ്ങോട്ടും പറഞ്ഞു അസ്സലാമു അലൈക്കും. റിപ്പോർട്ടിൽ കാണാം വഅലൈക്കുമുസ്സലാം. അപ്പോ അള്ളാഹ് പറഞ്ഞു ഹാദിഹി തഹിയ്യതുക വതഹിയ്യതു ദുരിയതിക, ഇതാണ് നിന്റെയും നിന്റെ സന്തതികളുടെയും അഭിവാദ്യം. ഏത് സമയത്തും എപ്പോഴും ആരോടും പറയാൻ പറ്റുന്ന വാക്കാണ് അസ്സലാമു അലൈക്കും. ദൈവത്തിന്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ. അത് ഗുഡ് മോർണിംഗിനെ പോലെയല്ല, ഗുഡ് ഈവനിങ്ങിനെ പോലെയല്ല, നമസ്കാരം പോലെയല്ല. ഒരുപാട് അഭിവാദ്യങ്ങളുണ്ട്. ഹലോ പോലെയല്ല. ഹലോ ഒരു കാമുകിയുടെ പേരാ, ഏതോ ഒരുത്തന്റെ ഒരു കാമുകിയുടെ പേരാണ് ഈ ഹലോ എന്നുള്ളത്.
നമുക്കതറിയില്ല. നമ്മൾ ഫോൺ ഓപ്പൺ ആകാൻ വേണ്ടി പറയണ വാക്കാന്നാ വിചാരിക്കും. അങ്ങനെയല്ല, അതൊരു പെണ്ണിന്റെ, അതിന് പിന്നിൽ ചരിത്രമുണ്ട്. അതൊരു പെണ്ണിന്റെ പേരാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അസ്സലാമു അലൈക്കും. അതിന്റെ ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. രണ്ടാളുകൾ കണ്ട ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന്റെ പേരിൽ മറ്റൊരു മുസ്ലിമിനുള്ള അവകാശമാണ്. ഇദാ ലഖിയഹു ഫസല്ലിം അലൈഹി. അവനെ കണ്ടാൽ സലാം പറയണം. അതെങ്ങനെ പറയണം? അത് അല്ലാഹുവും റസൂലും പ്രത്യേകം പഠിപ്പിച്ചു. സൂറത്തുൻ നിസാഇൽ വൈദാ ഹുയ്യിതും ബിതഹിയ്യത്തി, നിങ്ങൾക്കൊരു തഹിയ്യത്ത് ലഭിച്ചാൽ, നിങ്ങളൊരു തഹിയ്യത്ത് കൊണ്ട് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ ഫഹയ്യു ബിഅഹ്സന മിൻഹാ, അതിലേറെ നല്ലത് മടക്കി കൊടുക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഔ റുദ്ദൂഹ, അല്ലെങ്കിൽ അതെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ. അല്ലാഹു തആല എല്ലാം കണക്കാക്കി വെക്കുന്നുണ്ട്. കൃത്യ കണക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഒരാൾ വന്നു, അസ്സലാമു അലൈക്കും. അപ്പൊ മറ്റേ ആള് വഅലൈക്കുമുസ്സലാം അവിടെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 10. വേറൊരാൾ വന്നു, അദ്ദേഹം സലാം മടക്കിയപ്പോ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് 20. വേറൊരാൾ വന്നു, സലാം പറഞ്ഞു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു 30. ഹസനാത്ത് നേരത്തെ 30 നന്മ, 10 നന്മ ഇരട്ടിക്കരട്ടിയാണ്. അഹ്സന മിൻഹ. ഇങ്ങോട്ടൊരാള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. ഏറ്റവും ഇങ്ങോട്ട് ഒരു അഭിവാദ്യം കിട്ടിയാൽ അസ്സലാമു അലൈക്കും. സലാം പറയല് സുന്നത്തുൻ മുഅക്കദ എന്ന പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാളുകൾ തമ്മിൽ സലാം പറയല് ഈ പറഞ്ഞത് നിർബന്ധമായ കാര്യമല്ല, പക്ഷെ അതാണ് അതിന്റെ ഒരു പരിപൂർണമായ മര്യാദ. മടക്കല് വാജിബാണ്. മടക്കല് വാജിബാണ്. നമുക്ക് ആരെ കണ്ടാലും സലാം പറയാം. അങ്ങോട്ട് മടക്കാത്തവരാണെങ്കിൽ എത്ര പറഞ്ഞാലും മടക്കാത്ത ചില മനുഷ്യന്മാരുണ്ടാവും എന്തെങ്കിലും പേരില്. മടക്കണ്ട, അത് ഓന്റെ ബാധ്യതയാണ്. എന്നാലും അവനോട് പറയണോ? നമ്മൾ പറയാ, മടക്കുക നിർബന്ധമാണ്. നമ്മളാ പറയല് നമ്മുടെ സുന്നത്തുൻ മുഅക്കദായ ഒരു ബാധ്യതയാണ്. ഓൻ മടക്കലോ അത് അവന്റെ നിർബന്ധമായ ബാധ്യതയാണ്. അവന് തിന്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സലാം മടക്കാത്തിടത്തോളം കാലം അവന്റെ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് ബാധ കാട്ടും. എല്ലാരെയും നന്മകൾ അല്ലാഹു ഉയർത്തും. അത് ഇപ്പൊ ശഅബാൻ മാസമാണല്ലോ. പിന്നെ സൂചിപ്പിക്കാം, രണ്ടാളെ നന്മ അല്ലാഹു ഉയർത്തൂല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ച, ആഴ്ചയില് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച, അതിൽ 2 തെറ്റി നിൽക്കുന്ന 2 ആളുകളുടെ നന്മ അല്ലാഹു തആല ഉയർത്തൂല. അവർ തമ്മില് സുൽഹാകുന്നത് വരെയാണ്. നോലും പോയിട്ടൊന്നും കാര്യമില്ല. അമലുകൾ അവിടെ പെൻഡിങ്ങിൽ വെക്കും. പെൻഡിങ് അവിടെ വെക്കും. അങ്ങനെ കാണും. എപ്പോ അടിച്ചു നോക്കിയാലും പെൻഡിങ് ആയിക്കാണ്. എപ്പോഴാ അത് ഓപ്പൺ ആകുക? അത് ഓപ്പൺ ആവെങ്കിൽ എന്ത് വേണം? ഇവർ തമ്മിൽ മുണ്ടണം. എപ്പോഴാ മുണ്ടുക? അതിൽ ഏറ്റവും നല്ലവൻ സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അപ്പൊ സലാം പറയാം. മറ്റോ മടക്കോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സലാം പറഞ്ഞാൽ ഇവന്റെ അമലുകൾ പെൻഡിങ് ഒഴിവാകും, ഉയർത്തപ്പെടും. ഇത്ര കൃത്യമാണ് പഠിപ്പിച്ചത്. അപ്പൊ 2 കൂട്ടര് തെറ്റി നിൽക്കുമ്പോ നമ്മൾ സലാം പറയാം. സലാം സുന്നത്തുൻ മുഅക്കദ. പ്രധാനമായ സംഗതി 2 ആളുകൾ കാണുമ്പോഴുള്ള ഒരു മര്യാദ അതാണ്. എന്തെങ്കിലും അഭിവാദ്യം അർപ്പിക്കണല്ലോ. അപ്പൊ ഗുഡ് മോർണിംഗിനേക്കാളും അത് എല്ലാ സമയത്തും പറയാം, എപ്പോഴും പറയാം, ആരോടും പറയാം, ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്നതിനോടും പറയാം, എത്ര മനപ്രയാസമുള്ളവനോടും പറയാം അസ്സലാമു അലൈക്കും. അങ്ങനെയൊന്നും ചിലപ്പോൾ പറയാൻ പറ്റൂല. ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ ചില സമയത്ത് ചിലപ്പോഴൊക്കെ പറഞ്ഞാൽ ഭ്രാന്ത് തുടിക്കും. അങ്ങനെയൊന്നും അല്ല ഇസ്ലാമിന്റെ അഭിവാദ്യം. അങ്ങനെ പറയാം. അപ്പൊ അങ്ങോട്ട് പറയുമ്പോ അല്ലാഹു പറയാം ഫഹയ്യു ബിഅഹ്സന മിൻഹാ, അതിലേറെ നല്ലത് നിങ്ങൾ. അതിൽ മര്യാദ ഉണ്ടല്ലോ. ഒരാളൊക്കെ ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം തന്നാൽ അങ്ങോട്ടൊന്ന് തൃപ്തിപ്പെടുത്തുക ഒരു മര്യാദയാണല്ലോ. അതിലെ ഏറ്റവും വലിയ അദബ് നമ്മൾ പാലിക്കേണ്ട സലാം പറയുന്നിടത്തോ. അപ്പൊ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം. വേണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വബറകാതുഹുൽ അപ്പുറം പറയേണ്ടതില്ല. ചില റിപ്പോർട്ടുകളിൽ മഗ്ഫിറത്തുഹു എന്ന് പറഞ്ഞിരുന്നു എന്ന് കാണുന്നു. ദുർബലമാണ് എന്നാണ് മനസ്സിലായത്.
അപ്പൊ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ അധികാകും. അതിനാണ് വ എന്ന് പറയുന്നത്. ആ വാവ് നമുക്ക് കൂട്ടിയാ ഒക്കെ അധികമായി എന്നാണ് പഠിപ്പിച്ചത്, പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. കേൾക്കുമ്പോ എന്തായാലും വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. ഒരു പ്രശ്നമില്ല. പലർക്കും ഇത് അറിയില്ല, ചിലരത് മുഴുവൻ പറയില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വഅലൈക്കും എന്ന് മാത്രം കേൾക്കണോ മടക്കിയാൽ മതി എന്ന്. അസ്സലാമു അലൈക്കും. യഹൂദികൾ വരും റസൂലുള്ളാഹിന്റെ അടുത്ത്. യഹൂദികൾ വന്ന് റസൂലിനോട് സലാം പറയും. അസ്സലാമു അലൈക്കും എന്ന് പറയും. അസ്സാം എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് എന്നാണ് അർത്ഥം, മരണം എന്നാണ്, നശിച്ചു പോട്ടെ എന്നതിന്റെ അർത്ഥം. അസ്സാമു നമ്മളിപ്പോ അങ്ങനെയൊക്കെ ചിലപ്പം പറയുന്നുണ്ട്. സ്പെല്ലിംഗ് ഒന്നും നോക്കല്ല, ഒരൊച്ച ഉണ്ടാക്കും, ഒരൊച്ച ഉണ്ടാക്കും. അതുകൊണ്ട് കാര്യമില്ല. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ ഒച്ച കേട്ടിച്ച വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി. അവ എന്താ പറഞ്ഞ അറിയില്ലല്ലോ. ആയിഷ ബീവിക്ക് മനസ്സിലായി. യഹൂദിന് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവിയാണ് ദേഷ്യപ്പെട്ടത്. വഅലൈക്കസ്സാമു വല്ലഅന, നിനക്കും നാശമുണ്ടാവട്ടെ, നിനക്ക് ശാപമുണ്ടാവട്ടെ തിരിച്ചു പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആയിഷ വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി. എന്താ ഓൻ പറഞ്ഞാൽ അതൊക്കെ ഓനക്കും ഉണ്ടാവുമല്ലോ, തിരിച്ചങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം എന്നാ ശരിക്കും എന്റെ അർത്ഥം. ചില ആൾക്കാർ ഉമ്മയൊക്കെ കൂട്ടി വഅലൈക്കും ഉമ്മസ്സലാം എന്നൊക്കെ പറഞ്ഞ ഉമ്മയും വാപ്പൊന്നും ഇല്ല അവിടെ. വഅലൈക്കുമുസ്സലാം എന്നാണ് ശരിക്കും പറയേണ്ടത്. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. പലർക്കും അത് അറിയില്ല, നിസ്സാര കാര്യമാണ്, അറിയണ കാര്യമാണ്, പക്ഷെ നമുക്കറിയില്ല. അപ്പൊ ഒച്ച ഉണ്ടാക്കിയാൽ പോരാ, പറയുമ്പോ കൃത്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. കേൾക്കുന്നവൻ അസ്സലാമു അലൈക്കും എന്ന് കൃത്യമായി കേട്ടെങ്കിൽ മാത്രമേ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയേണ്ടുള്ളൂ. അപ്പോഴേ അത് അഭിവാദ്യം ആകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സലാം കിട്ടിയാൽ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ആ സലാം പറയണമെന്ന്, സലാം മടക്കണം. അതുപോലെ തന്നെ സലാം പറഞ്ഞയക്കും ചില ആൾക്കാർ, അപ്പോൾ നമ്മൾ സലാം മടക്കണം. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ജിബ്രീൽ വന്നു. ജിബ്രീൽ ആയിഷ ബീവിക്ക് സലാം പറഞ്ഞു. ആയിഷ ബീവിക്ക് സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ജിബ്രീൽ യഖറഉ അലൈകി സലാം. ജിബ്രീൽ നിനക്ക് സലാം പറയുന്നുണ്ട്. ചില റിപ്പോർട്ടിൽ ഖദീജ ബീവി ഞാൻ കേട്ടിട്ടുണ്ട്, ജിബ്രീൽ നിനക്ക് സലാം പറയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, വഅലൈക വഅലൈഹി സലാം, നിങ്ങൾക്കും അദ്ദേഹത്തിനും സലാം ഉണ്ടാവട്ടെ. അപ്പൊ ഒരാൾ സലാം പറയുകയാണെങ്കിൽ എന്ത് വേണം? സാധാരണ പറഞ്ഞാ നിങ്ങളെ കണ്ടപ്പോ, നിങ്ങളെ കാണുമ്പോ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അല്ല അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നബി പറഞ്ഞിട്ടില്ല. സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. മടക്കൽ എങ്ങനെയാണ്? വഅലൈക വഅലൈഹിസ്സലാം, നിങ്ങൾക്കും അവർക്കൊക്കെ സലാം ഉണ്ടാവട്ടെ. എന്നാൽ ഒരാളെ നേരിട്ട് കാണുമ്പോ അലൈക്കസ്സലാം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ ഒരാള് നബിന്റെ അടുത്ത് വന്നിട്ട് അലൈക്കസ്സലാം അലൈക്കസ്സലാം അത് പറയാൻ പാടില്ല. റസൂല് വിലക്കി. അത് അലൈക്കസ്സലാം എന്നുള്ളത് നമ്മുടെ സലാമല്ല. അലൈക്കസ്സലാം എന്ന് പറയാൻ പാടില്ല. അസ്സലാമു അലൈക്കും തന്നെ പറയണം. അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ സലാമുൻ അലൈക്കും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ സ്വർഗത്തിന്റെ മലക്കുകള് അവിടെ ഇങ്ങനെ നിന്നിട്ട് പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾ ശാശ്വതമായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയുന്നതാണ്. അപ്പൊ സ്വർഗത്തിന്റെ ആ പറയുന്ന സലാം, നമുക്കൊരാളോട് സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം, അസ്സലാമു അലൈക്കും എന്ന് പറയാം. അലൈക്കസ്സലാം എന്ന് പറയല് അത് ഒരു സുഖമുള്ളതല്ല, അത് മരിച്ചവരോടുള്ള സലാമാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യത്തിൽ നമുക്ക് സലാം പറയാം. ആരെ കാണുമ്പോഴും നമ്മൾ സലാം പറയണം. ഇതൊക്കെയാണ് സലാം പറയുന്ന നിയമങ്ങൾ. വേറെയും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കുട്ടികളോട് സലാം പറയാം. അനസ് റളിയല്ലാഹു അൻഹു കുട്ടികളോട് സലാം പറയാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടികളോട് സലാം പറയാം. അപ്പോ മറ്റാൾ ചോദിച്ചു, എന്താ ഈ കുട്ടികളോട് സലാം പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് കുട്ടികളെ കാണുമ്പോൾ സലാം പറഞ്ഞിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ എവിടെയൊക്കെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അസ്സലാമു അലൈക്കും എന്ന് കുട്ടികളോട് സലാം പറയാം, വിരോധമില്ല.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാം. പക്ഷെ ഫിത്ന ഭയപ്പെടുന്നിടത്ത് യുവതീ യുവാക്കൾ തമ്മിൽ സലാം പറയാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഇന്നിപ്പോ അതൊന്നുമല്ല നടക്കണേ. കയ്യുടിച്ചിങ്ങനെ പോകല്ലേ, ഒരു കൊടയില അങ്ങനെ കോളേജിൽ പോണത്. സലാം പറയുന്നതിന്റെ കൂടെ വരുന്ന മുസാഫഹത്ത് അത് ചെയ്യാം. ഹലാലായവർ തമ്മിൽ, ആണും പെണ്ണും തമ്മിലല്ല, അതിനാ താല്പര്യം. ഉലുല്ലർഹാമുകളെ പറ്റും, വിവാഹബന്ധങ്ങൾ ഹറാമായവർ തമ്മിൽ പറ്റും, നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് പറ്റും. സലാമിന്റെ കൂടെ സുന്നത്തുള്ളൊരു കാര്യമാണ് മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ കൈ പിടിക്കും. കൈ പിടിച്ചിട്ട് കൈ പിടിക്കുന്നതിനാണ് മുത്തലും ഇതൊന്നുമില്ല, കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാം. പിന്നെ മുആനഖത്ത്, ആലിംഗനം, അതെപ്പോഴും റസൂലുള്ള യാത്രയിൽ നിന്ന് വരുമ്പോഴാണ് ചെയ്തിരുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടവലൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് സലാം പറയുന്നത്. യാത്രയെന്ന് ഒരാൾ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവരെ മുആനഖത്ത് ചെയ്യും, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യും. ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാം. അല്ലാത്തവർക്ക് സലാം പറയാ, കൈ കൊടുക്കാം, അതിൽ അവസാനിപ്പിക്കാം. അറബികൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ കെട്ടിപ്പിടിക്കലൊക്കെ അതുപോലെ ഒരു ആചാരം എന്ന് മാത്രം കൂട്ടിയാൽ മതി എന്നർത്ഥം. എന്റെ സുന്നത്തായ രൂപം അതാണ്. മുസാഫഹത്തും മുആനഖത്തും അത് നമ്മൾ ചെയ്യണം. അപ്പൊ യുവതീ യുവാക്കൾ തമ്മിൽ അത് പിന്നെ അറബികൾ പറയും നളറത്തുൻ വബ്തിസാമത്തുൻ സുമ്മ സലാമുൻ വകലാം. കുട്ടികൾ തമ്മിൽ പ്രേമം തുടങ്ങാൻ അങ്ങനെയാണ്. നളറത്തുൻ ആദ്യം നോട്ടമാണ്, നോട്ടം കഴിഞ്ഞ് ഇബ്തിസാമത്തുൻ പുഞ്ചിരിക്കാൻ തുടങ്ങും. സുമ്മ സലാം, പിന്നെ സലാം പറയും. സുമ്മ കലാം, അറിയാലോ കലാം കസീർ, പിന്നെ സംസാരം, വർത്താനങ്ങൾ അങ്ങനെ തുടങ്ങും. അതുകൊണ്ട് അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാരായ യുവതീ യുവാക്കൾ സലാം പറയേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും വ്യത്യാസം. എന്റെ സദസ്സിലേക്ക് പിന്നെ ആരെല്ലാവരും ഉണ്ടെങ്കിലും സദസ്സിൽ ഒന്നോ രണ്ടോ മുസ്ലിമേ ഉള്ളുച്ചാലും പോലും അവർക്ക് നമുക്ക് സലാം പറയാം, എന്നൊന്നും വിരോധമല്ല. അപ്പൊ ചെറിയവര് പിന്നെ വലിയവരോടാണ് സലാം പറയേണ്ട മര്യാദ. നടന്നു വരുന്നവര് ഇരിക്കുന്നവരോടാണ് സലാം പറയേണ്ടത്. വരുന്നതെന്ന് ഒരാൾ പറഞ്ഞാൽ മതി, മടക്കുന്ന കൂട്ടത്തു നിന്നും ഒരാൾ മടക്കിയാൽ മതി. എന്നാ കടമകളൊക്കെ തീരും. എല്ലാരും കൂടി മടക്കേണ്ടതില്ല. ഈ കാര്യങ്ങളൊക്കെ സലാം പറയുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കും. പള്ളിയിൽ കയറി വരുമ്പോ സലാം പറയല്ല വേണ്ടത് എന്നാണ്. ശരിക്കും ശ്രദ്ധിച്ചോളി. പള്ളിയിൽ കയറി വരുമ്പോ തഹിയ്യത്ത് എന്ന നിസ്കാരം ഉണ്ട് അല്ലെ? പള്ളിയിൽ കയറി വരുമ്പോൾ നിസ്കാരം, ആ തഹിയ്യത്ത് എന്ന് അതിന് പേര്. ആ രണ്ട് നിസ്കാരം ആർക്കുള്ളതാണ്? തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം അർപ്പിക്കുക. അത് ആർക്ക് അഭിവാദ്യം അർപ്പിക്കണതാണ്? അള്ളാഹ്ക്ക് അഭിവാദ്യം അർപ്പിക്കണതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് പള്ളിയിലേക്ക് കയറി വരുമ്പോ അവിടെ അള്ളാഹ്ക്കുള്ള അഭിവാദ്യം ആദ്യം നിർവഹിക്കണം, എന്നിട്ടേ മനുഷ്യരോടുള്ള അഭിവാദ്യം നിർവഹിക്കാൻ പാടുള്ളൂ എന്ന്. നമ്മൾ നേരെ തിരിച്ചാണ് കണ്ടിട്ടുള്ളത്. എല്ലാ പള്ളികളും തന്നെ കാണാൻ ആദ്യം സലാം പറഞ്ഞിട്ട് വരും, പിന്നെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. അതല്ല, കാരണം അള്ളാഹ്ക്ക് മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ മക്കത്താണെങ്കിൽ ഉംറക്ക് പോകുമ്പോ ആദ്യം നമ്മൾ ചെയ്യുക ഖുദൂമിന്റെ തവാഫാണ്. അവിടെ 2 റക്അത്ത് തഹിയ്യത്തില്ല, അവിടെ ഖുദൂമിന്റെ തവാഫാണ് ആദ്യത്തെ. ഉംറക്ക് പോകുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ അല്ല, ഉംറക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോ ആദ്യത്തെ ആ തവാഫ് ഖുദൂമാണ്. ആ ഖുദൂമ് അള്ളാഹ്ക്കുള്ള തഹിയ്യത്താണ്. അപ്പൊ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, പിന്നെയാണ് തഹിയ്യത്ത് നിസ്കാരത്തിന് മുൻഗണന. പള്ളിയിൽ കയറുമ്പോ ആദ്യം അള്ളാഹ്ക്കുള്ള അഭിവാദ്യം, തഹിയ്യത്ത് നിസ്കാരം, അതിന് മുൻഗണന കൊടുക്കുക. എന്നിട്ട് പിന്നെ സാധാരണ പോലെ മറ്റുള്ളവരോട് സലാം പറയാന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നിസ്സാര കാര്യമല്ല എന്നർത്ഥം. സ്വർഗത്തിന്റെ ഒരു സമാധാനം ഇതൊക്കെ നമ്മൾ ചെയ്താൽ തഹാബത്തും പരസ്പരം ഇഷ്ടമുണ്ടാകും. അതുകൊണ്ട് സലാം പറയുമ്പോൾ ശ്രദ്ധിക്കണം, മര്യാദകൾ പാലിക്കണം. നിസ്കരിക്കുന്നോണ്ട് സലാം പറയാൻ പറ്റുമോ? മൂത്രമൊഴിക്കുമ്പോൾ സലാം പറഞ്ഞു നബിനോട്, നബി സലാം അടക്കിയിട്ടില്ല. കാരണം അള്ളാന്റെ ദിക്ർ ഈ സമയത്ത് ചൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മൂത്രമൊഴിക്കുന്നതിനോട്, ബാത്റൂമിൽ ഇരിക്കുന്നതിനോടൊന്നും സലാം പറയേണ്ടതില്ല. നിസ്കരിക്കുന്നതിനോട് സലാം പറയാൻ വിരോധമൊന്നുമില്ല. നബി 3 പ്രാവശ്യം സലാം അടക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, നിസ്കാരത്തിൽ ഒരാൾ ഒന്ന് സലാം പറഞ്ഞ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഈ 3 രൂപത്തിലും നിസ്കാരത്തിൽ ഇശാറത്ത് കൊണ്ട് സലാം അടക്കണം എന്നാണ്. ഖുർആൻ ഓതുന്ന ആളോട് സലാം പറഞ്ഞാൽ ആയത്ത് പൂർത്തിയാക്കിയിട്ട് സലാം അടക്കുക. സലാം പറയുമ്പോ ശല്യമുണ്ടാക്കി, മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കിയിട്ട് സലാം പറയാൻ പാടില്ല. ഉറങ്ങുന്നവനെ ഉണർത്തിയിട്ടും സലാം പറയാൻ പാടില്ല. മനുഷ്യൻ കടന്നുറങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്നവനെ ഉണർത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ സലാം നിസ്സാരമായ കാര്യമാണെങ്കിലും
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ ചെയ്താൽ അലാമിനർത്ത്. പിന്നെ വീട്ടിൽ പോകുമ്പോൾ ആലോചിച്ച് നോക്കൂ, വീട്ടിലേക്ക് കയറുമ്പോ പല മനുഷ്യന്മാരും വീട്ടിൽ കയറുമ്പോൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്ന് കാണും. ചെല്ലുമ്പോ കുട്ടി മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, ആകെ ആക്ഷേപങ്ങളും പിരാഗി പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാ പല മനുഷ്യന്മാരും വീട്ടിനുള്ളിൽ കയറി പോവുക. അള്ളാഹു റസൂൽ പറഞ്ഞെന്തറിയോ, തോന്നുന്നത് അനസ് റളിയല്ലാഹു അൻഹു തോന്നുന്നുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞത് ഉറക്കെ വീട്ടിൽ കയറുമ്പോ ഉറക്കെ വ്യക്തമായി വീട്ടിലേക്ക് സലാം പറയണമെന്നാണ്. എന്താ വീട്ടിൽ ബർക്കത്തുണ്ടാവുന്ന. ഇങ്ങനെ തെറിയും പറഞ്ഞ് കയറി ചെന്ന ആ വീട്ടിൽ പിന്നെ എന്ത് ബർക്കത്തുണ്ടാകുക? എന്തേലും ഇഷ്ടപ്പെടാത്ത കിടക്കുണ്ടാവും. ചിലപ്പോ നമ്മളെ കണ്ണറെടുത്ത് മുറ്റത്തിട്ടുണ്ടാവും പേരക്കുട്ടി, അല്ലെങ്കിൽ നമ്മളെ തൊപ്പിയോ മുണ്ടോ എന്തേലും ഒന്ന് അതിനങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ ആക്ഷേപ സ്ഥലങ്ങളായിട്ട് വീട്ടിൽ കയറിയ അതാണ് നമ്മുടെയൊക്കെ വീടിന്റെ കോലം. പിന്നെ അവിടെ എന്ത് ബർക്കത്ത് അവിടെ ഉണ്ടാകുക? നേരെ മറിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കയറി ചെന്നാൽ ആ വീട്ടുകാർ സലാം മടക്കിയാൽ അത് എന്ത് റാഹത്താണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, ആ വീടുകളിൽ ബർക്കത്ത് നിലനിൽക്കും. അതുകൊണ്ട് ആളില്ലാത്ത വീടാണെങ്കിൽ പോലും സലാം പറയാൻ ഖുർആൻ പറയുന്നുണ്ട്, വൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. അല്ലാഹുവിന്റെ അഭിവാദ്യമാണ്, ബർക്കത്തുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല, എല്ലാവരും ഇരുന്ന് വെക്കണോ, എന്നാലും നിങ്ങൾ വാതിൽ തുറന്ന് കയറുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കയറണം. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. അപ്പൊ സ്വന്തം വീട്ടിലേക്ക്, ആളില്ലാത്ത വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ സലാം പറയാം. ഇത് നമ്മൾ ശീലമാക്കുക, അത് നമ്മുടെ ഒരു ഇബാദത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനിയരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശഅബാൻ മാസം അതിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ദിവസവും അല്ലാഹു തആലയിലേക്ക് നമ്മുടെ അമലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, തആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. രാവും പകലുകളും അത് ദിനേനയുള്ള അള്ളാഹുവിന്റെ ഒരു കണക്കെടുപ്പാണ്. ആഴ്ചയിൽ അള്ളാഹിന്റെ ഒരു കണക്കെടുപ്പുണ്ട്. ആ കണക്കെടുപ്പ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. തെറ്റി നിൽക്കുന്നവരുടെ കണക്ക് അള്ളാഹു എടുക്കൂല എന്ന് പറഞ്ഞു. പിന്നെ അൽ ഹിസാബു സനവി, വാർഷികമായിട്ട് പടച്ച തമ്പുരാൻ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ശഅബാൻ മാസത്തിൽ. നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ഒരു ആനുവൽ മന്ത്. ഇപ്പൊ മാർച്ച് മാസം സർക്കാർ തലത്തിൽ പലതും ഇതുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ പലയിടത്തും വ്യത്യാസം. ചില ആളുകളൊക്കെ നാട്ടിൽ വരാൻ പറ്റൂല എന്ന് പറയും, അല്ലെങ്കിൽ നാട്ടിൽ വരാൻ പറ്റും എന്ന് പറയും. പലയിടത്തും ചിലപ്പോൾ ഏപ്രിലാവും. ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആലയിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ്. റസൂലുള്ള അതുകൊണ്ട് ശഅബാൻ മാസത്തിലെ അധിക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കും. അപ്പൊ എന്താ ചോദിക്കും, എന്നും നോമ്പനുഷ്ഠിക്കൂല. ഒരു മാസം ഫുള്ളായിട്ട് റസൂലുള്ള നോമ്പനുഷ്ഠിച്ചത് റമളാനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതൽ നോമ്പനുഷ്ഠിച്ചത് ശഅബാൻ മാസത്തിലാണ്. റമളാന്റെ തൊട്ട് മുമ്പുള്ള ഇപ്പോഴുള്ള നമ്മുടെ ശഅബാൻ മാസം. അപ്പൊ അതെന്തുകൊണ്ടാ ചോദിക്കും, റസൂലുള്ള പറയും അമലുകളൊക്കെ ഉയർത്തപ്പെടും ശഅബാൻ മാസത്തിൽ. എന്റെ അമൽ ഉയർത്തുമ്പോൾ ഞാനൊരു സ്വായും നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ അധികമായി നോമ്പ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഈ 90-ാം നോമ്പൊക്കെ ഉണ്ട്. ചില അമ്മമാരൊക്കെ തുടങ്ങിയിട്ടുണ്ട് 3 മാസം തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കുക. അങ്ങനെയുള്ള ഒന്നും ഇസ്ലാമികമല്ല. പിന്നെ ബറാഅത്തിന്റെ അന്ന് മാത്രം ശഅബാൻ 15. ശഅബാൻ 15-ന് പ്രത്യേക ആരാധനാ കർമ്മങ്ങളൊന്നും റസൂലുള്ളാഹി എന്ന് മാതൃകയായിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ അറിയാതെ എങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. ബറാഅത്തു രാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്റാണ്. ലൈലത്തുൽ ഖദ്ർ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ലൈലത്തുൽ സുക്ക്, ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ മുബാറക. സൂറത്തുൽ ദുഖാന്റെ തുടക്കത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. അത് പല ആളുകളും പറഞ്ഞത് ശഅബാൻ 15-ന്റെ ഒന്നും തെളിവുള്ളതല്ല. കൃത്യമായ രേഖകൾ അതിനൊന്നും വന്നിട്ടില്ല. അന്ന് ഒരു 3 യാസീൻ ഓതുക, അന്ന് പള്ളിത്തുറവ് കൂടെ നടക്കുക, പിന്നെ അന്ന് രാത്രി ഹയാത്താക്കുക, അതിനൊന്നും തെളിവുകളില്ല. അപ്പൊ ശഅബാൻ 15-ന് ഒരു പ്രത്യേകതയൊന്നുമില്ല. ശഅബാനില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖളാ ഉള്ള നോമ്പുകളൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ശഅബാനിലെങ്കിലും നോറ്റ് വീട്ടുക. അടുത്ത പ്രാവശ്യത്തേക്ക് എടുത്തു വെക്കണ്ട വെച്ചിട്ടാണ്. രണ്ടാമത്തെ കാര്യം, നോമ്പിനെ ഒന്ന് ശീലിക്കാൻ അതൊരു കാരണം. പെട്ടെന്ന്
പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങണ്ടല്ലോ. ഇനി പ്രശ്നമല്ല, സുന്നത്ത് നോമ്പുകളൊക്കെ നോക്കുന്ന ആളുകൾക്കൊന്നും പ്രശ്നമല്ല. അപ്പൊ നോമ്പിലേക്ക് ഇങ്ങനെ അടുത്തു എന്ന് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ സൈക്കോളജി. അങ്ങനെയല്ല, നമ്മളെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു രൂപമാണ്. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുക, നമ്മളൊക്കെ റമദാനിലേക്ക് വരികയാണ്, ഒന്ന് നന്നാവണം, ഇങ്ങനെയൊന്നും ആയാൽ പോരാ. അതിനൊക്കെയാണ് ഈ ശഅബാൻ മാസം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശഅബാൻ മാസം ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ച് നോമ്പുകൾ നോറ്റുവീട്ടാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ നോമ്പുകളൊക്കെ ഒന്ന് വീട്ടി, കഴിയുന്നവരൊക്കെ വീട്ടി, അല്ലാത്തവരൊക്കെ അതിന് മുദ്ദു കൊടുക്കാനുള്ള വിധത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്ത് ഒക്കെ ഒന്ന് ക്ലിയർ ആവാനുള്ള ഒരു മാസമാണ്, ഒരു മുന്നൊരുക്കത്തിന്റെ മാസമാണ് ശഅബാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.